ശരി, മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ നേതാക്കളെ പ്രത്യേകിച്ചും കൊണ്ടുവരിക എന്നുള്ളത് ബി.ജെ.പിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക് ചില പൊതു പ്രത്യേകത ഉണ്ടോ? പല രീതിയിൽ വൾണറബിലിറ്റി ഉള്ള നേതാക്കളായിരിക്കും അവർ. ഒന്നുകിൽ അവർക്കെതിരെ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ റെയ്ഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടി അവഗണിച്ചായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു LDF കൺവീനർ ആയിരിക്കുന്ന ഒരാൾ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുന്ന ഒരാളെയൊക്കെ ക്ഷണിക്കുക, അതൊരു വലിയ ധൈര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച്. വരൂ BJP-യിലേക്ക് വരും ഒന്ന് ക്ഷണിക്കുക, ഒരു കേന്ദ്ര കമ്മിറ്റി അകത്ത് പോയി ക്ഷണിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങളത് പുറത്തു പറഞ്ഞില്ല, പക്ഷെ അത് പുറത്തു വരുമെന്നായപ്പോൾ നിങ്ങളത് ഏറ്റെടുത്തു, നിങ്ങളത് പുറത്തു വന്നു. ശരിക്കും അത് നിങ്ങളൊരു പാളിപ്പോയ സ്ട്രാറ്റജിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അല്ല, ഇതിനകത്ത് അതിനെ അങ്ങനെ കാണേണ്ടതില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയം. സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവേദ്കർ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുകൂലമാക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാവാണ്. സ്വാഭാവികമായിട്ട് സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അത് ഇടത് വലത് മുന്നണിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു EP ജയരാജനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ച പോകുന്നതിൽ അർത്ഥമില്ല. സ്വാഭാവികമായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും 19 MP-മാരുമായി അദ്ദേഹം വലതുപക്ഷത്തിൻ്റെ 19 MP-മാരുമായിട്ടും നിരവധി MLA-മാരുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ വിവിധ ആളുകളുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് EP ജയരാജനെ കാണുകയും അദ്ദേഹത്തുമായി ചർച്ച നടത്തുന്നത്. സ്വാഭാവികമായിട്ട് ആ ഒരു ചർച്ച ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമല്ല, സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ ഒരു പരിമിതമായ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയായിട്ട് അതിനെ കണ്ടാൽ മതി. പിന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP-യോടുള്ള ഐത്തം കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ BJP വിരുദ്ധത ഒരു നിമിഷം പ്രിന്റു, LDF കൺവീനറാണ് അദ്ദേഹം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എന്ത് ഫീഡ്ബാക്കാണ് അദ്ദേഹത്തിൽ നിങ്ങൾക്ക് നേടാനുള്ളത്? അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രകാശ് ജാവേദ്കർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അതൊരു സൗഹൃദപരമായ സന്ദർശനം അദ്ദേഹത്തെ മാത്രമല്ല, സ്വാഭാവികമായിട്ട് ഒരു രണ്ടുപേർ നടത്തിയിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് EP ജയരാജനും അതുപോലെ പ്രകാശ് ജാവേദ്കറുമാണ്. നമ്മളെല്ലാവരും ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ ആഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയെന്നാണ് EP ജയരാജൻ തന്നെ പറഞ്ഞത്. അല്ല, അത് EP-യുടെ വാക്കുകൾ EP അങ്ങനെ പറയട്ടെ. EP-യുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എന്താണ് നടന്നു പറയാനുള്ള അവകാശം EP-ക്കുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഈ പ്രകാശ് ജാവേദ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, EP ജയരാജനെ മാത്രമല്ല, കേരളത്തിലെ ഇടത് വലത് മുന്നണി നേതാക്കന്മാരെ മുഴുവൻ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, വിവിധ പ്രദേശങ്ങൾ വിവിധ ആളുകളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് EP ജയരാജന്റെ ചർച്ചയെ കണ്ടാകും. BJP-യിൽ ചേരാൻ വേണ്ടി ഡൽഹിയിലെത്തി, ഭീഷണി കോൾ വന്ന് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തി ഡൽഹിയിൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ എന്ത് തെളിവാണ്?